ദൈവത്തിന് സ്തുതി. യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം എക്കാലവും സ്മരിക്കപ്പെടുന്ന അനിർവചനീയമായ ചിന്താധാരകളാലും ശ്രേഷ്ഠമായ വചസ്സുകളാലും സഭയുടെ നാനാ മേഖലകളിൽ പരിപ്രവർത്തിച്ച തീക്ഷ്ണമായ ദൈവിക ദർശനത്തിന്റെ ഉപയോക്താവായിരുന്നു പുണ്യശ്ലോകനായ പെരുമ്പള്ളിൽ തിരുമേനി. മണ്ണുകൊണ്ട് മഞ്ഞുണ്ടാക്കപ്പെട്ട മനുഷ്യന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസമൂതി അവനെ ജീവനുള്ളവനാക്കിയതുപോലെ തിരുമേനി തന്റെ ദർശനങ്ങളെ ആത്മാവിൽ ചിട്ടപ്പെടുത്തുകയും ആ സൃഷ്ടിയെ ദൈവിക വരം ഉപയോഗിച്ച് ആത്മീയ നിറവിൽ പൂർണ്ണമാക്കുവാനും അങ്ങനെ തീക്ഷ്ണമായ ദൈവിക ഭാവത്തിലേക്ക് അവയെ കൊണ്ടുപോകാനും തക്കവണ്ണം അവയ്ക്ക് ജീവൻ നൽകുവാനും തിരുമേനിക്ക് സാധിച്ചു. എന്തൊരു ഭാവവും തീക്ഷ്ണതയുമായിരുന്നു തിരുമേനിയുടെ വാക്കുകൾക്ക്. പ്രസംഗ മധ്യത്തിൽ അവനെ പാലൂട്ടിയ സ്ഥലങ്ങൾക്ക് ഭാഗ്യം എന്ന് ഉച്ചസ്ഥരം പ്രഘോഷിച്ചിരുന്ന തിരുമേനി മാതൃസ്നേഹത്തെയും തന്റെ ദൈവത്തെ സ്പർശിച്ച മാതാവിനെ മഹത്വീകരിക്കുകയും അത് സകല ജനങ്ങളുടെയും മനസ്സുകളിൽ ആഴ്ന്നിറങ്ങും വിധം കാവ്യാത്മക അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പുണ്യവാന്റെ പുണ്യവാനും പരിശുദ്ധന്മാരുടെ പരിശുദ്ധനും പിതാക്കന്മാരുടെ പിതാവുമായ അന്ത്യോക്യ സിംഹാസനത്തിന്റെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയോടുള്ള അചഞ്ചലമായ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മാതാവിന്റെ മടിയിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്നുറങ്ങിയ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവിനെ കൈകളിൽ എന്തുകയും അവനെ താലോലിക്കുകയും അവൻ തന്റെ മുലപ്പാൽ നൽകുകയും ചെയ്ത മാതാവിനെ വളരെയേറെ ഭക്തി വൈരാഗ്യത്തോടു കൂടി പ്രജ്വലിപ്പിച്ചിരുന്ന പിതാവായിരുന്നു പുണ്യശ്ലോകനായ തിരുമേനി. ആകാശം ചായച്ചിറങ്ങി വന്ന വചനമാവുന്ന ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവിനെ അത്രയേറെ സ്നേഹിച്ച തിരുമേനിയുടെ പ്രാർത്ഥനകളിൽ മാതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നത് സ്പഷ്ടമാണ്. ഈ പുണ്യവാന്റെ പ്രാർത്ഥനയിൽ ഓർമ്മയിൽ ഭാഗമാകുവാൻ ഇത്തരത്തിൽ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.
നന്മ